ബലികർമ്മം ചെയ്യുമ്പോൾ അയാൾ പുനർജനിക്കുമ്പോൾ അതൊരു പ്രശ്നമല്ലേന്ന്. പക്ഷെ ഇവിടെ ഈ ബലികർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ മരിച്ച ആൾക്കല്ലേ ചെയ്യുക. ഇവിടെ എന്താ സൂക്ഷ്മ ശരീരം സ്ഥൂലത്തിനെ വിട്ടു പോവല്ലേ. അപ്പോൾ ഇവിടെ സ്ഥൂല ശരീരമാണ് മരിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ബലികർമ്മം? സ്ഥൂലത്തിനാണോ സൂക്ഷ്മത്തിനാണോ? ഇരിക്കുക, നല്ല ചോദ്യമാണ്. ഇവിടെ വിഷയം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അമ്മേന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അച്ഛാന്ന് വിളിക്കുന്നു എന്ന് വിചാരിച്ചു. ആരെയാ വിളിക്കുന്നേ? അമ്മയെ കണ്ടിട്ടല്ലേ അമ്മയെന്ന് വിളിക്കണത്. ശരി, സന്തോഷം. അതായത് അമ്മയുടെ സ്ഥൂല ശരീരം കണ്ടിട്ട് അമ്മയെന്ന് വിളിക്കുന്നതല്ലേ? ആണ്. ഉറപ്പാണല്ലോ. അമ്മയുടെ സ്ഥൂല ശരീരം കണ്ടിട്ടാണ് അമ്മയെന്ന് വിളിക്കുന്നത്. സംശയമൊന്നും ആർക്കും ഇല്ലല്ലോ. ശരി, കഷ്ടകാലത്തിന് അമ്മ അങ്ങ് മരിച്ചുപോയി. ഇപ്പം അമ്മയുടെ സ്ഥൂല ശരീരം അതുപോലെ ഉണ്ട്. അപ്പം പറയാ, അയ്യോ എൻ്റെ അമ്മ പോയേ, മരിച്ചു പോയേന്ന് പറഞ്ഞത്. ശരീരമല്ലേ അവിടെ കിടക്കണത്. ശരീരമല്ലേ അവിടെ കിടക്കണത്. നീ എന്താ അമ്മ പോയി എന്ന് പറയണത്? അമ്മയുടെ ശരീരം പോയിട്ടൊന്നുമില്ല, അമ്മയാണത് കിടക്കുന്നത്. അയ്യോ അമ്മ പോയി സ്വാമി. അപ്പം ആരാ പോയേ? അപ്പോ ആ അമ്മയ്ക്കാണ് നമ്മൾ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ആ അച്ഛനാണ് നമ്മൾ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതെടുത്ത് കാണിക്കാനൊന്നും പറ്റില്ല. സ്ഥൂല ശരീരം വിട്ടു, സ്ഥൂല ശരീരത്തിൽ ഇരുന്നു നേരത്തെ, ഇപ്പൊ വിട്ടു. എനിക്ക് എൻ്റെ അമ്മയോടുള്ള കർത്തവ്യം ഇല്ലാണ്ടാവുമോ? ഇല്ല. എനിക്ക് എൻ്റെ അച്ഛനോടുള്ള കർത്തവ്യം ഇല്ലാണ്ടാവുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധയോടുകൂടി അച്ഛന് സദ്ഗതി വരണേ ഭഗവാനെ, അമ്മയ്ക്ക് സദ്ഗതി വരണേ, എൻ്റെ അമ്മ നല്ല അവസ്ഥയിലേക്ക് എത്തണേ, എൻ്റെ അച്ഛൻ നല്ല അവസ്ഥയിലേക്ക് എത്തണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് നമ്മുടെ സമർപ്പണം ചെയ്യണം. അവിടെ ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന ക്രിയയേക്കാൾ പ്രധാനപ്പെട്ടത് ആന്തരികമായ മനോഭാവത്തിനും പ്രാർത്ഥനയ്ക്കുമാണ്. പക്ഷേ ആ ഭാവം നമ്മളിൽ വളർത്തണമെങ്കിൽ ബാഹ്യമായ ക്രിയ ആവശ്യമായിട്ട് വരും, ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? നോക്കൂ, ആന്തരികമായ ഭാവം നമ്മളിൽ വളർത്തണമെങ്കിൽ ബാഹ്യമായ ക്രിയ ആവശ്യമായിട്ട് വരില്ലേ? അതിനാണ് ഈ ക്രിയകളൊക്കെ. ക്രിയക്കല്ല പ്രാധാന്യം, ഭാവത്തിനാ. അത് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ശ്രാദ്ധങ്ങളെ അർപ്പിക്കണം. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധാന്വിതം കർമ്മ എന്നാണ് ശ്രാദ്ധ ശബ്ദത്തിന് അർത്ഥം. ശ്രദ്ധയോടൊത്ത കർമ്മമാണ് ശ്രാദ്ധം. ശ്രദ്ധ ഉണ്ടാവണം, നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യണം.